ജലപ്രളയം സ്നാനത്തിൻ്റെ ഒരു മുൻകുറി. 1 പത്രോസ് 3:20 നോഹയുടെ നാളുകളിൽ പെട്ടകമൊരുക്കുന്ന സമയത്ത് ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ച അല്പജനത്തെ എന്ന് വെച്ചാൽ 8 ദേഹികളെ അഥവാ 8 പേരെ വെള്ളത്തിലൂടെ സുരക്ഷിതരായി കൊണ്ടുവന്നു. വാക്യം 21, ആ വെള്ളം സ്നാനത്തിന് ഒരു മുൻകുറിയായി ഇപ്പോൾ നിങ്ങളെയും രക്ഷിക്കുന്നു. സ്നാനമോ ജഡത്തിലെ അഴുക്ക് നീക്കിക്കളയുന്നതിനല്ല, പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് നല്ല മനസാക്ഷിയുടെ ഒരു അഭ്യർത്ഥനയാണ്. റോമാലേഖനം 6:4. അതുകൊണ്ട് സ്നാനത്തിലൂടെ അവൻ്റെ മരണത്തിലേക്ക് അവനോട് കൂടെ നാം അടക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജലത്താലുള്ള സ്നാനം നോഹയെ അവൻ്റെ ദുഷ്ടയുഗത്തിൽ നിന്നും രക്ഷിച്ച പ്രളയത്തിൻ്റെ മുൻകുറിയാണ്. നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ നിങ്ങളെ അടക്കം ചെയ്യുന്നു. ലോകത്തിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യുവാൻ ഒരടക്കത്തെ പോലെ ഫലപ്രദമായി മറ്റൊന്നിനും കഴിയുകയില്ല. അതുപോലെ സ്നാനത്തേക്കാൾ ഫലപ്രദമായി നിങ്ങളെ ലോകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. ഒരു മനുഷ്യൻ ലോകത്തെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് കരുതുക. അവന് ലോകത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവന് ബാങ്കിൽ പണവും തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നിരവധി വ്യാപാരങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ലോകത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അവൻ അടക്കം ചെയ്യപ്പെടുക എന്നതാണ്. ബന്ധുക്കൾ അവന് ഒരു നല്ല അടക്കം നൽകിക്കഴിഞ്ഞാൽ അവൻ ലോകവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു. എന്താണ് സ്നാനം? അനേകരും ഒരു വ്യക്തിയെ ഒരു സഭയുടെ നാമമാത്ര അംഗമാക്കുന്ന ഒരു ആചാരമായിട്ടാണ് അതിനെ കരുതുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ആചാരപരമായ രീതിയിൽ നാം ഒരിക്കലും ആളുകളെ സ്നാനപ്പെടുത്തരുത്. നാം ആളുകളെ സ്നാനപ്പെടുത്തുവാൻ പോകുമ്പോഴെല്ലാം അധികാരത്തോടും കർത്താവായ യേശുവിൻ്റെ ശക്തമായ നാമത്തോടും കൂടി നാം പ്രാർത്ഥിക്കുകയും നമ്മുടെ ആത്മാവിനെ പ്രയോഗിക്കുകയും വേണം. പിന്നീട് നാം ആളുകളെ ഒരു കല്ലറയിലാക്കി അവരെ അടക്കം ചെയ്യുന്നത് പോലെ സ്നാനപ്പെടുത്തുന്നു. ഈ അടക്കം അവരെ ലോകത്തിൽ നിന്ന് വേർപെടുത്തുന്നു. നാം ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 6:3. സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 2:12. ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യമായത്. അതിനാൽ നമുക്ക് സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.